പൈത്തൺ ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പൈത്തൺ പഠിക്കുന്നവർ അല്ലെങ്കിൽ പൈത്തണിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ നോളജ് ഉള്ള ആൾക്കാർ, ഇത്തരം ആൾക്കാർ എങ്ങനെ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പൈത്തൺ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോബ് റോൾസാണ് പൈത്തൺ ബാക്ക്-എൻഡ് ഡെവലപ്പർ, ഡേറ്റ അനലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, QA എഞ്ചിനീയർ, ഡേറ്റ സയൻറ്റിസ്റ്റ് എന്നിവ. ഇവിടെ ഓരോ റോളിലേക്കും വേണ്ട ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ബാക്ക്-എൻഡ് ഡെവലപ്പർ ആണെങ്കിൽ ജാങ്കോ, ഫ്ലാസ്ക്, ഫാസ്റ്റ് API ഇവയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ റെസ്റ്റ് API, SQL എന്നിവയെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. ഡേറ്റ അനലിസ്റ്റ് ആണെങ്കിൽ പാൻഡാസ്, NumPy, SQL, ഡേറ്റ ക്ലീനിങ് ആൻഡ് അനാലിസിസ് എന്നിവയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആണെങ്കിൽ സ്കൈക്കിറ്റ് ലേണിനെ പറ്റിയും മെഷീൻ ലേണിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽസിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. സോ ഇതുപോലെ ഓരോ റോളിനും ഡിഫറെൻറ്റ് ടെക്നോളജിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ എല്ലാം കോമണായി വരുന്നത് പൈത്തൺ ആണ്. സോ പൈത്തണിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നാൽ പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. അതിനോടൊപ്പം തന്നെ ഏത് റോളിലേക്കാണോ നമ്മൾ ജോബ് സെർച്ച് ചെയ്യുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ടെക്നോളജീസിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഞാനിവിടെ 6 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, understand the job description. Second one, do a basic research about the company. Third one, prepare your resume. Fourth one, prepare for the technical questions. Fifth one, communication. And sixth one, mental preparation. ഇതിൽ ആദ്യത്തേതാണ് അണ്ടർസ്റ്റാൻഡ് ദി ജോബ് ഡിസ്ക്രിപ്ഷൻ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ ഒരു ജോബിന് ഉള്ളതെന്നും എന്തൊക്കെ സ്കിൽ സെറ്റാണ് നമുക്ക് വേണ്ടതെന്നും നമ്മൾ നന്നായി അറിഞ്ഞിരിക്കണം. സോ അതിനനുസരിച്ച് നമുക്ക് ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുവാൻ സാധിക്കും. ഇതൊരു ജോബ് ഡിസ്ക്രിപ്ഷനാണ്. ഒരു ജോബ് സൈറ്റിൽ നിന്നും ഞാനെടുത്ത ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇതൊരു 3 to 4 years എക്സ്പീരിയൻസ് ഉള്ള ഡെവലപ്പേഴ്സിന് വേണ്ടിയുള്ള ഒരു ജോബ് ഡിസ്ക്രിപ്ഷനാണ്. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മസ്റ്റ് ഹാവ് സ്കിൽസ് എന്ന സെക്ഷനാണ്. ഇവിടെ പൈത്തണിലെ ഊപ്സിനെ കുറിച്ചും പൈത്തണിൻ്റെ ഫ്രെയിംവർക്കായ ഫ്ലാസ്ക്, ജാങ്കോ, ഫാസ്റ്റ് API ഇവയിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം. സോ നമ്മൾ വളരെ നന്നായി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സെക്ഷനാണിത്. അതുപോലെ തന്നെ റെസ്റ്റ്ഫുൾ APIs, മൈക്രോ സർവീസസ് ഇവയെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. ക്ലൗഡ് സർവീസായ ആമസോൺ വെബ് സർവീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആൾസോ വെർഷൻ കൺട്രോൾ സിസ്റ്റമായ ജിറ്റിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇത്രയുമാണ് ഈ ഒരു ജോബിൽ മസ്റ്റായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സ്കിൽസ്. ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ 3 to 4 എക്സ്പീരിയൻസ് ഉള്ള ഡെവലപ്പേഴ്സിന് വേണ്ടിയുള്ള സ്കിൽ സെറ്റാണ്. ഫ്രഷേഴ്സിന് ചിലപ്പോൾ ഇത്രയും തന്നെ വേണ്ടി വരില്ല. സോ ബേസിക്കലി ഈ ഒരു സെക്ഷനാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ ബേസിക്കലി ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഫോളോ ചെയ്യണം. ജോബ് ഡിസ്ക്രിപ്ഷൻ ഓരോ കമ്പനി അനുസരിച്ച് ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട്. സോ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വേണം നമ്മൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നടത്തേണ്ടത്. സെക്കൻഡ് വൺ, ബേസിക് റിസർച്ച് എബൌട്ട് ദി കമ്പനി. നിങ്ങൾ ഏത് കമ്പനിയിലാണോ ജോബ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ഒരു കമ്പനിയെക്കുറിച്ച് ഒരു ബേസിക് റിസർച്ച് നടത്തുന്നത് നന്നായിരിക്കും. ആ കമ്പനിയുടെ വർക്ക് കൾച്ചർ, ഏതൊക്കെ ഡൊമെയിൻസിലാണ് ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ടെക്നോളജീസാണ് അവർ യൂസ് ചെയ്യുന്നത്, ഇതിനെപ്പറ്റി അറിയുവാൻ ഇത് സഹായിക്കും. ഈ ഒരു കമ്പനിയിൽ ആൾറെഡി ഉള്ള പ്രൊജക്റ്റിന് സിമിലറായി ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ആൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമിലുണ്ടെങ്കിൽ അവയെപ്പറ്റി ഇൻ്റർവ്യൂവിൽ കൂടുതൽ ചോദിക്കുവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ കൊളീഗ്സോ ആരെങ്കിലും സെയിം കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുമായി ഡിസ്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. സോ ഇൻ്റർവ്യൂവിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ബേസിക്കലി കമ്പനിയെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് റെസ്യൂമെയാണ്. റെസ്യൂമെ എപ്പോഴും ക്ലീൻ ആൻഡ് പ്രൊഫഷണൽ ആയിരിക്കണം. പ്രോപ്പർ ഹെഡർ ഉണ്ടാകണം. ഫോൺ നമ്പർ, ഇമെയിൽ ഇവയെല്ലാം പ്രോപ്പറായി ആഡ് ചെയ്യണം. ദെൻ ഒരു പ്രൊഫഷണൽ സമ്മറി 2 to 3 സെൻറ്റൻസിൽ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇവയെപ്പറ്റി ഒരു സമ്മറി ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽ സെറ്റ് ആഡ് ചെയ്യുക. നിങ്ങൾ ചെയ്ത പ്രൊജക്ട്സ് ഇവയെല്ലാം പ്രോപ്പറായി ആഡ് ചെയ്യണം. റെസ്യൂംസ് എപ്പോഴും ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. കറൻ്റ്ലി പല കമ്പനികളും റെസ്യൂം ഫിൽറ്റർ ചെയ്യാൻ AI യൂസ് ചെയ്യുന്നുണ്ട്. ഇവ ചെയ്യുന്നത് ജോബ് ഡിസ്ക്രിപ്ഷന് മാച്ച് ആകുന്ന കീവേഡ്സ് നമ്മുടെ റെസ്യൂംസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അവയെ ഫിൽറ്റർ ചെയ്യുന്നു, ദെൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ജോബ് ഡിസ്ക്രിപ്ഷനിലെ കീവേഡ്സും റെസ്യൂംസിലെ കീവേഡ്സും മാച്ച് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോ ബേസിക്കലി ജോബ് ഡിസ്ക്രിപ്ഷനിലെ കീവേഡ്സ് റെസ്യൂംസിലേക്ക് ആഡ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. സോ നമ്മുടെ റെസ്യൂംസ് ഷോർട്ട് ലിസ്റ്റ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മളിവിടെ സ്കിൽസ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നന്നായി അറിയാവുന്ന സ്കിൽസ് മാത്രം ആഡ് ചെയ്യുക. ബിക്കോസ് ഇൻ്റർവ്യൂവർ എപ്പോഴും നിങ്ങളുടെ സ്കിൽസ് ആൻഡ് പ്രൊജക്ട്സ് ഇവയെ ബേസ് ചെയ്തായിരിക്കും മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. സോ കൂടുതൽ അറിയാവുന്ന സ്കിൽ സെറ്റ് ആഡ് ചെയ്യുക.
ഇനി നമ്മൾ നോക്കേണ്ടത് റെസ്യൂംസിലെ നമ്മുടെ പ്രൊജക്ട്സിനെ കുറിച്ചാണ്. നമ്മൾ ചെയ്ത പ്രൊജക്റ്റുകളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ആ ഒരു പ്രൊജക്റ്റിൽ നമ്മുടെ റോൾ എന്തായിരുന്നു, അതിൽ നിങ്ങൾ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തൊക്കെയാണ്, അവയെ എങ്ങനെയാണ് നിങ്ങൾ ഫിക്സ് ചെയ്തത്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നമ്മൾ വർക്ക് ചെയ്ത പ്രൊജക്റ്റുകളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂ എങ്കിൽ നിങ്ങളുടെ റെസ്യൂമിൽ ഇ-കൊമേഴ്സ് ബേസ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ബേസിക്കലി അവരുടെ റിക്വയർമെൻറ്റിന് മാച്ച് ആകുന്ന പ്രൊജക്ട്സ് നിങ്ങളുടെ റെസ്യൂമിൽ ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് വരാൻ പോസിബിലിറ്റി. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കമ്പനിയെക്കുറിച്ചും അവരുടെ പ്രൊജക്റ്റുകളെക്കുറിച്ചും ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക. സോ ബേസിക്കലി നിങ്ങളുടെ റെസ്യൂമിലെ സ്കിൽ സെറ്റ് ആൻഡ് പ്രൊജക്ട്സ് ഇവയെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇവയെ കൂടാതെ നിങ്ങൾ ഏതെങ്കിലും പേഴ്സണൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അവയുടെ ഗിറ്റ്ഹബ് ലിങ്ക് ആഡ് ചെയ്യാം. വെറുതെ ഒരു പ്രൊജക്റ്റ് ആഡ് ചെയ്യുകയല്ല, ആ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ എങ്ങനെ ബിൽഡ് ചെയ്തെന്നും എന്തൊക്കെ ടെക്നോളജീസ് യൂസ് ചെയ്തു എന്നും വ്യക്തമായി പറയുവാൻ സാധിക്കണം. പ്രിപ്പയർ ഫോർ ദി ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്. ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കോമൺലി പൈത്തണിൽ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മോസ്റ്റ്ലി ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഞാൻ ക്വസ്റ്റ്യൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് നന്നായി പ്രിപ്പയർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ അപ്കമിങ് വീഡിയോസിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് പൈത്തണിലെ ഊപ്സിൻ്റെ കൺസെപ്റ്റ്, അവ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ റെസ്റ്റ്ഫുൾ APIs, ഡിഫറൻറ്റ് HTTP മെത്തേഡ്സ്, അവ ഓരോന്നും എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഡിഫറൻറ്റ് സ്റ്റാറ്റസ് കോഡ്സ്, അതുപോലെ തന്നെ ഒരു APIയിൽ സെക്യൂരിറ്റി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതിൻ്റെ ഡിഫറൻറ്റ് മെത്തേഡ്സ്, ഇവയെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം. API വേർഷൻ ഹാൻഡ്ലിംഗ്, റേറ്റ് ലിമിറ്റിംഗ് എന്നിവയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇൻ്റർവ്യൂവിൽ വരാൻ പോസിബിലിറ്റി ഉള്ള കോമൺ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്കമിങ് വീഡിയോസിൽ ഇവയെപ്പറ്റി നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് വേർഷൻ കൺട്രോൾ. ജിറ്റ് പോലുള്ള വേർഷൻ കൺട്രോൾ സിസ്റ്റത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇവയുടെ ബേസിക് കമാൻഡ്സിനെ കുറിച്ചും ഇവ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും വ്യക്തമായി അറിഞ്ഞിരിക്കണം. ടെക്നിക്കൽ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുമ്പോൾ ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം പഠിക്കാതെ അവ ഓരോന്നും എങ്ങനെയാണ് വർക്ക് ആകുന്നത് എന്നും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഡെഫിനിഷൻസിനും അപ്പുറം ഇതിൽ വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ കൺവിൻസ് ചെയ്യാൻ സാധിക്കണം. ഊപ്സിൻ്റെ കൺസെപ്റ്റ്, SQL, API ഡിസൈൻ, സെക്യൂരിറ്റി ഇവയിൽ നിന്നുമായിരിക്കും മെജോറിറ്റി ക്വസ്റ്റ്യൻസ്. എക്സ്പീരിയൻസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻസും വേരി ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജീസിനെ കുറിച്ചും ട്രെൻഡ്സിനെ കുറിച്ചും അപ് ടു ഡേറ്റ് ആയിരിക്കണം. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കിൽ സെറ്റിൽ കറൻ്റ്ലി ഏതൊക്കെയാണ് ലേറ്റസ്റ്റ് വേർഷൻ, ലേറ്റസ്റ്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണ്, ലേറ്റസ്റ്റ് വേർഷൻസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ബേസിക്കലി ഇൻ്റർവ്യൂവർ ഇവിടെ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ അപ് ടു ഡേറ്റ് ആണോ എന്നുള്ളതാണ്. ആസ് എ ഡെവലപ്പർ നമ്മൾ എപ്പോഴും ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആൻഡ് ട്രെൻഡ്സ് ഇവയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അവയുമായി അഡോപ്റ്റ് ചെയ്യുവാൻ സാധിക്കണം. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു ലോജിക്ക് തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈത്തൺ കോഡ് എഴുതുവാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചില കമ്പനികളിൽ കോഡ് എഴുതിക്കാറില്ല, ചില കമ്പനികളിൽ കോഡ് എഴുതിക്കാറുണ്ട്. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ പ്രതീക്ഷിക്കണം. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് എന്തൊക്കെ അറിയാം എന്ന് പറഞ്ഞാലും പല പ്രൊജക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാലും അവ ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം വെറുതെയാകും. സോ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യണം. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. സ്വന്തമായി മോക്ക് ഇൻ്റർവ്യൂസ് നടത്തി കോൺഫിഡൻസ് ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് എ ക്രൂഷ്യൽ പാർട്ട് ഇൻ ഇൻ്റർവ്യൂ. മെൻ്റൽ പ്രിപ്പറേഷൻ. ഇൻ്റർവ്യൂ നമ്മൾ ഒരിക്കലും പേടിയോടെ കാണേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാകാറുണ്ട്, നെർവസ് ആകാറുണ്ട്. എന്നാൽ എത്രത്തോളം നമ്മൾ കാമായിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടും ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുന്നുവോ അത്രത്തോളം ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുവാൻ സാധിക്കും. ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി നമ്മളെപ്പോലെ തന്നെ മറ്റൊരു ഇൻഡിവിജ്വലാണ്. നമുക്ക് എത്രമാത്രം കാര്യങ്ങൾ അറിയാം എന്ന് മാത്രമേ അവർ ചെക്ക് ചെയ്യുന്നുള്ളൂ. നമ്മളെപ്പോഴും ഹോണസ്റ്റ് ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം.
ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ പെർഫോം ചെയ്യാൻ സാധിക്കും. ചില ഇൻ്റർവ്യൂവിന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്നും വരാം. ബട്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫെയിലിയർ ആയാൽ ഗിവ് അപ്പ് ചെയ്യാതെ ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി നെക്സ്റ്റ് ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. സോ ഡോണ്ട് ഗിവ് അപ്പ്. തിങ്സ് ഹാപ്പൻസ് ഫോർ എ റീസൺ. സോ സ്റ്റേ മോട്ടിവേറ്റഡ്. ഓരോ ഇൻ്റർവ്യൂവും നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. സോ അവയിൽ നിന്നും നെക്സ്റ്റ് ഇൻ്റർവ്യൂവിലേക്ക് ഒരു ലെസൺ നമ്മൾ പഠിക്കുന്നു എന്നേ ഉള്ളൂ. ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പൈത്തണിൽ വരാൻ പോസിബിലിറ്റിയുള്ള ടെക്നിക്കൽ ക്വസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻ അപ്കമിംഗ് വീഡിയോസിൽ ഉണ്ടാകും. സോ കൺസിഡർ ടു സപ്പോർട്ട് ദി ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.